ഇതുണ്ടോ, യു ആർ വെരി ലേറ്റ്, യു ആർ വെരി ലേറ്റ്, നീ ഒരുപാട് വൈകിപ്പോയി. മലയാളികളോ അല്ലെങ്കിൽ ഇന്ത്യൻസോ ഇത് പറയുന്നത് യു ആർ വെരി ലേറ്റ് ഇങ്ങനെയുള്ള സംഭവത്തിലാണ്. അപ്പോൾ ഇംഗ്ലീഷുകാർ പറയുമ്പോൾ ഇതിൽ ഓരോ വാക്കിനും ഒരു ഊന്നൽ കൊടുത്തുകൊണ്ട് പല പല അർത്ഥങ്ങളുണ്ടാകും. ഞാൻ കുറച്ചുകൂടെ രസകരമായ ഒരു സെൻറ്റൻസ് എഴുതിയാണ്. ഐ വോണ്ട് ദ റെഡ് ബുക്ക് വിച്ച് ഈസ് ഓൺ ദ വുഡൻ ടേബിൾ. ഈ ഒരു സംഭവം. ഓക്കെ, ഐ വോണ്ട് ദ റെഡ് ബുക്ക് വിച്ച് ഈസ് ഓൺ ദ വുഡൻ ടേബിൾ. അപ്പോൾ ഇവിടെ ഐ എന്ന് പറയുന്ന വാക്കിന് ഊന്നൽ കൊടുക്കുകയാണെങ്കിൽ, സൗണ്ടിൽ ഒരു സ്ട്രെസ് കൊടുക്കുകയാണെങ്കിൽ, ഐ വോണ്ട് ദ റെഡ് ബുക്ക് വിച്ച് ഈസ് ഓൺ ദ വുഡൻ ടേബിൾ. ഐ വോണ്ട്, എനിക്കാണ് ആ പുസ്തകം വേണ്ടത് എന്നുള്ള മീനിങ് വരും. നേരെ മറിച്ച് ഇവിടെയാണ് നമ്മൾ ഊന്നൽ കൊടുക്കണമെങ്കിൽ ഐ വോണ്ട്, എനിക്ക് വേണം ആ ചുവന്ന പുസ്തകം എന്നുള്ള മീനിങ് വരും. ഐ വോണ്ട് ദ റെഡ് ബുക്ക് എന്ന് പറയുമ്പോൾ അർത്ഥം പിന്നെയും മാറും. എനിക്ക് വേണ്ട ചുവന്ന ബുക്കാണ്, എനിക്ക് വേണ്ടത് പച്ച ബുക്കും നീല ബുക്കും അല്ല. ഐ വോണ്ട് ദ റെഡ് ബുക്ക്, എനിക്ക് വേണ്ടത് ചുവന്ന പുസ്തകമാണ്. കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഒരു സെൻറ്റൻസ് കൊണ്ട് തന്നെ നമുക്ക് അത് തന്നെ സൗണ്ടിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ 10,000 അർത്ഥം നമുക്ക് അതിനെ എടുക്കാൻ പറ്റും.